വൈകുന്നേരം ഏട്ടൻ നനയ്ക്കാൻ ഇറങ്ങിയതാ. ദേ നമ്മുടെ പയറുമ്മ നിറയെ പയറുണ്ടായി നിൽക്കണു. ഒറ്റ ചോദ്യം, കായിരിപ്പുണ്ടോ? ഉണ്ടെന്ന് എൻ്റെ മറുപടി. പിന്നെ അടുത്ത മറുപടി, നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകുമ്പോൾ ചോറിന് കായും പയറും തോരൻ മതി. ഓ ശരി, പൊട്ടിച്ചോളൂ എന്ന് ഞാനും പറഞ്ഞു. അപ്പം നാളത്തേക്ക് ഉപ്പേരിക്കുള്ള പയറ് പൊട്ടിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പയറൊക്കെ ദേ അത്യാവശ്യം കായും പയറും ഇട്ട് വെക്കാനുള്ള പയറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പയറ് മാത്രം ഇട്ട് വെക്കാനുള്ളത് കിട്ടിയിട്ടില്ല, കാരണം ഒരൊറ്റ പയർ തൈമെന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദേ ഞാൻ തോരൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കായം നമുക്ക് ഇത്രയും വേണ്ട, പകുതി മതി കേട്ടോ, കുറച്ച് പയറല്ലേ ഉള്ളൂ. ഇനി ഈ പയർ ഉപ്പേരി വെക്കുമ്പോൾ ടേസ്റ്റ് കൂടാനുള്ള ഒരു ട്രിക്കും കൂടെ പറഞ്ഞു തരാം. ഞാൻ പയർ നന്നാക്കുമ്പോൾ കട്ട് ചെയ്യാറില്ല, അതായത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാറില്ല. ഞാൻ കൈ കൊണ്ട് പൊട്ടിച്ചിട്ടാറാണ് പതിവ്. ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ചിട്ടാലും ആവും. പക്ഷെ നിറയെ ഫാമിലി ഉള്ളോടത്ത് പറ്റില്ല, നമുക്ക് കത്തി തന്നെ വേണം. മാക്സിമം നിങ്ങൾ ഇതുപോലെ ചെറിയ തോരനൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പൊട്ടിച്ചിട്ടിട്ട് ഉപ്പേരി വെച്ച് നോക്കി, ആ ഒരു ടേസ്റ്റും കത്തി കൊണ്ട് കട്ട് ചെയ്ത് കിട്ടുന്ന പയറിൻ്റെ തോരൻ കഴിക്കുന്ന ടേസ്റ്റും രണ്ടും രണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പം ഞാൻ ദേ പയർ ആദ്യം നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അടുപ്പത്ത് വെക്കണം. അപ്പോഴത്തേന് നമുക്ക് ദേ കായം കൂടെ ചെറുതാക്കി കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ മാക്സിമം പയർ പൊട്ടിച്ചിടാറാണ് പതിവ്. പിന്നെ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പയറുമണികളൊക്കെ നുറുങ്ങിപ്പോവും അല്ലേ. അപ്പോൾ ഇതാവുമ്പോൾ പയറുമണിയൊക്കെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി പയർ അടുപ്പത്ത് വയ്ക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് കായിടാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ പയർ നന്നായി ഒരുമിച്ചിട്ടാലും ചില പയറുപണിയൊക്കെ നന്നായി ഉടഞ്ഞ് അലിഞ്ഞു പോകും. പിന്നെ നമ്മുടെ നേന്ത്രക്കായ അത് ആവി തട്ടുമ്പോഴേക്കും വേവും. അതുകൊണ്ട് തന്നെ അല്പം വെള്ളം മാത്രം മതി നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ ദേ കായയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ. ഇനി നമുക്ക് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ നമുക്ക് ഉള്ളിയൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കായും പയറും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അപ്പോഴും ആദ്യം പയറൊന്ന് വേവിച്ച് ആവി വെച്ച് വെന്തതിന് ശേഷം കായിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും കിട്ടും. അത് നന്നായി ഡ്രൈ ആയിട്ടായിരിക്കും തോരൻ കിട്ടുക. ഇതാകുമ്പോൾ കുറച്ച് ഒരു ജലത്തിൻ്റെ അംശം ഒരു കുഴഞ്ഞ ടൈപ്പിൽ കിട്ടും. മറ്റേ ചീനച്ചട്ടിയിൽ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഡ്രൈ ആയിരിക്കും. അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഇങ്ങനെ കായൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മൂപ്പിച്ച ഉള്ളിയുടെ ഉള്ളിൽ കിടന്ന് കായ വേവുന്ന ആ ഒരു ടേസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇനി നമുക്ക് ഈ കാച്ചാനുള്ള ഉള്ളി, അപ്പോൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ ചുവന്നുള്ളി മാത്രം എടുത്താലും മതി കേട്ടോ. വെളുത്തുള്ളി ഇടുമ്പോഴാണ് അതിൻ്റെ ആ മൂപ്പിച്ച മണമൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, നമ്മളുടെ കറിയുടെ രുചി കൂട്ടുന്ന കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് ഇടിച്ച മുളകാണ് നല്ലത്. നിങ്ങളതിൽ മുളക് പൊടി ഉള്ളൂ എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ആവശ്യത്തിന് എരിവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മൂത്ത് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കായും പയറും തോരനൊക്കെ സർവ്വസാധാരണമായിട്ട് വെക്കുന്നതാണ് അല്ലേ. ഞാൻ എന്നാലും സിമ്പിളായിട്ടുള്ളൊരു തോരൻ കാണിച്ചു തന്നെന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടായ പയറാണ്. അപ്പോൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ചെടുത്ത കായും പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിളായി വെക്കുന്ന ഈ കായും പയറും തോരന് ടേസ്റ്റ് കൂട്ടാനുള്ള 2 ഐഡിയാസ് ഞാൻ പറഞ്ഞു തന്നു. ഒന്ന്, കത്തി കൊണ്ട് കട്ട് ചെയ്യാതെ പയർ നന്നാക്കാം. 2, ചീനച്ചട്ടിയിലിട്ട് ഉള്ളി മൂപ്പിച്ചെടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന മെത്തേഡ്. അത് ഞാൻ ഒരിക്കൽ ഈ ഒരു വീഡിയോയിൽ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ 2 ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ സിമ്പിളായിട്ടുള്ള വീഡിയോ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിയുടെ ആ മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായി കിട്ടാൻ വേണ്ടി നന്നായി ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തീ സിമ്മിലിട്ടേക്കുക. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക്
അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് നന്നായി ആ പയറിലും കായലൊക്കെ പിടിച്ച് കാണും. പിന്നെ നമ്മളുണ്ടല്ലോ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ച് കൊടുത്തേക്കണേ, അപ്പോഴാണ് നമ്മൾ ചീനച്ചട്ടിയിലൊന്ന് പിടിക്കാണ്ട് കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പം എങ്ങനെയുണ്ട് തോരൻ? അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റിൽ കഴിക്കാം എന്നൊക്കെ തോന്നില്ലേ? അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ വീട്ടിലെ ഹസ്ബൻഡിനോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ നന്നായി ഇഷ്ടപ്പെടും. അവരൊക്കെ കയ്യിലെടുക്കാൻ ഇതുപോലെയൊക്കെ ഒന്ന് ട്രിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.